പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിന് തുടക്കമായിരിക്കുന്നു. ഇന്ന് ഒരു റൗണ്ട് വോട്ടെടുപ്പാണ് നടക്കുന്നത്. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ മാർപ്പാപ്പയാകാൻ പോകുന്നു. പോപ്പിനെ തിരഞ്ഞെടുത്താൽ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ നിന്ന് വെളുത്ത പുകയാണ് ഉയരുക, മറിച്ചാണെങ്കിൽ കറുത്ത പുകയുമാണ് ഉയരുക. കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പി വിശ്വാസി സമൂഹം ലോകമൊന്നാകെ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ളതിന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ പേപ്പൽ കോൺക്ലേവിന് തുടക്കമാകുന്നു. ഇന്ന് ഒരു റൗണ്ട് വോട്ടെടുപ്പാണ്. അതിൻ്റെ ഫലം എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? റീജിത്ത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിച്ചിട്ട് മണിക്കൂറുകളായി. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്ത് തന്നെ ഈ വോട്ടെടുപ്പിൻ്റെ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സമയത്തും വരാം, 10:30 ശേഷമുള്ള ഏത് സമയത്തും വരാമെന്നാണ് അറിയുന്നത്. എന്തായാലും വോട്ടെടുപ്പ് നടക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്ന് ഒരു റൗണ്ട് വോട്ടെടുപ്പാണുള്ളത്. 133 കർദിനാളന്മാരാണ് ലോകസഭയെ 140 കോടി കത്തോലിക്ക വിശ്വാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ അടുത്തുള്ള സിസ്റ്റൈൻ ചാപ്പലിൽ അടച്ചിട്ട മുറിയിൽ വോട്ട് ചെയ്യുന്നത്. അതിൽ 2/3 ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു കർദിനാളിന് ലഭിച്ചാൽ ആ വ്യക്തി മാർപ്പാപ്പയാവും. പക്ഷേ അത് ലഭിച്ചില്ലെങ്കിൽ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് ആദ്യ റൗണ്ട് ഫലം കണ്ടില്ല എന്ന് പറയേണ്ടി വരും. ഏതു സമയവും ഇത് വന്നേക്കാം. അപ്പോൾ വെളുത്ത പുകയാണ് കാണുന്നതെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. പക്ഷേ സാധാരണ ആദ്യ റൗണ്ടുകളിൽ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം ആർക്ക് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് അയാൾക്ക് തന്നെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് 133 പേരിൽ നിന്ന് 89 വോട്ട് എങ്കിലും കിട്ടുന്ന ആളായിരിക്കും മാർപ്പാപ്പയാവുക. ആദ്യ റൗണ്ടുകളിൽ പലർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യത്തെ 2, 3, 4 സ്ഥാനത്ത് വരുന്നവരായിരിക്കും പിന്നീടുള്ള റൗണ്ടുകളിൽ മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ 3-4 പേരുടെ പേരുകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഒന്ന്, ഏഷ്യയിൽ നിന്ന് ആദ്യത്തെ പോപ്പ് വരാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രചരിക്കുന്നൊരു പേര്. അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്ന് 2 പേരുടെ പേരുണ്ട്. ഒന്ന് കർദിനാൾ സൂപ്പിയാണ്, മറ്റേത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പോപ്പ് ഫ്രാൻസിസിൻ്റെ രണ്ടാമനായിരുന്ന പിയട്രി പെരോലിൻ. ഒപ്പം തന്നെ ഹംഗേറിയിൽ നിന്നുള്ള അല്പം പാരമ്പര്യവാദിയായിട്ടുള്ള പീറ്റർ ആർദോ അടക്കമുള്ള ആൾക്കാർ. അതുപോലെ ടെർക്സൺ ഫ്രം ഗാന, ആഫ്രിക്ക. ഇങ്ങനെയുള്ളവരുടെ പേരുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. ആര് കയറി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ ബ്ലാക്ക് പോപ്പ് വരുമോ, കറുത്ത പോപ്പ് വരുമോ, അത് ഫിലിപ്പീൻസിൽ നിന്ന് ആദ്യത്തെ ഏഷ്യൻ പോപ്പ് വരുമോ, ഇല്ലെങ്കിൽ ഒരു പൊതുവെ ഒരു സന്തുലിതാവസ്ഥമായിട്ടൊരു ബാലൻസ് എന്നുള്ള രീതിയിൽ ഒരു ഇറ്റാലിയനോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ പോപ്പ് തന്നെ വരുമോ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ മീഡിയയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിട്ടുണ്ട്. 140 കോടി വരുന്ന ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗത്തിൻ്റെ തലവൻ ആരായിരിക്കും? ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാണെന്നറിയാൻ വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട് ലോകമെമ്പാടും. പ്രത്യേകിച്ച് കോടിക്കണക്കിന് വരുന്ന അഭയാർത്ഥികൾ, പാവപ്പെട്ടവർ, ഗസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ പക്ഷം പിടിച്ച ഒരു മാർപ്പാപ്പയുടെ പിൻഗാമി. അപ്പോൾ അത് കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് 100 കണക്കിന് കോടി ജനങ്ങൾ, മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് മാർപ്പാപ്പ ആരായിരിക്കും എന്നറിയാൻ ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചുവട് പിടിച്ച ആളാണെങ്കിൽ ഒരുപക്ഷെ ഫിലിപ്പീനോ ആയിട്ടുള്ള ടാഗ്ലയ്ക്ക് അനുകൂലമായതുകൊണ്ട് ഏഷ്യയിലെ ഫ്രാൻസിസ് എന്ന പേരിലാണ് ഫിലിപ്പീനോ ആയിട്ടുള്ള കർദിനാൾ അറിയപ്പെടുന്നത്, ആന്റോണിയോ ലൂയിസ് ടാഗ്ലെ. പക്ഷേ അദ്ദേഹത്തെ പുരോഗമനവാദിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കൊക്കെ എത്തിക്കുന്ന ആളാണ്. അദ്ദേഹം വരുന്നതിന് യൂറോപ്പിലെ പാരമ്പര്യവാദികളായിട്ടുള്ള കർദിനാളന്മാർക്കിടയിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് ഇവരാരുമല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാരനായ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ഉയർന്നു വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 52-ാം വയസ്സിലാണ് മാർപ്പാപ്പയായത്. 1978 ജോൺ പോൾ രണ്ടാമൻ. ഒരുപക്ഷെ കേരളത്തിലെത്തിയ 2000 വർഷത്തെ ആദ്യത്തെ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമയത്ത് 2 ഇറ്റാലിയൻ കർദിനാൾമാർ തമ്മിലായിരുന്നു മത്സരം. പക്ഷേ ആർക്കും 2/3 ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് പെട്ടെന്ന് കയറി വന്നത് അന്നത്തെ കരോൾ വോയ്റ്റീവ് എന്ന പോളണ്ടുകാരൻ
അദ്ദേഹമാണ് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി ലോകം മുഴുവൻ വലിയ സ്വാധീനമുള്ള ആളായിട്ട് മാറിയത്. അപ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അങ്ങനെ ഒരു മുൻകൂട്ടി ആരും പറഞ്ഞിരുന്നില്ല. അർജന്റീനയിൽ നിന്ന് ജെസ്യൂട്ടായിട്ടുള്ള ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു കർദിനാൾ ഒരിക്കലും, അല്ലെങ്കിൽ കർദിനാൾ പോലും ആയിട്ടില്ല, അവർ മാർപ്പാപ്പയായിട്ടില്ല. കാരണം ജെസ്യൂട്ട് ആയിട്ടുള്ള കോൺഗ്രിഗേഷനിൽപ്പെട്ടവർ ബിഷപ്പോ മാർപ്പാപ്പയാവാൻ താല്പര്യപ്പെടാത്തവരാണ്. അവരുടെ നിയമമനുസരിച്ച് അങ്ങനെയാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പത്രോസിൻ്റെ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസായിട്ടാണ് അറിയപ്പെടുന്നത്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ. അപ്പോൾ 267-ാമത്തെ മാർപ്പാപ്പയാണ് ഇനി വരാനിരിക്കുന്നത്. കോൺക്ലേവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രഹസ്യമാണ്. ഒരു ആളുടെ കയ്യിലും മൊബൈലോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസോ ഇല്ല. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് അറിയില്ല. നമുക്കുള്ള ഏക സൂചന ഇപ്പോൾ നമ്മൾ കാണുന്ന പുകക്കുഴൽ ചിമ്മിണിയിൽ നിന്ന് വരുന്ന പുകയാണ്. അത് വെളുത്ത പുകയാണെങ്കിൽ ആ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. പക്ഷെ ആദ്യ റൗണ്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ തിരഞ്ഞെടുത്തത് 10 മണിക്കൂറിനുള്ളിലാണ്. പക്ഷേ 3 വർഷം വരെ നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അവസാനം ജനം ഓടിക്കൂടി ഈ കർദിനാളന്മാരെ അവിടെ അടച്ചുപൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 3 വർഷം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പും 2 ദിവസം കൊണ്ട് തീരുമാനമുണ്ടായി. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോഴും ബെനഡിക്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോഴും 2-ാം ദിവസം തന്നെ തീരുമാനമുണ്ടായി. എന്തായാലും ഇന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ആകാംക്ഷയും ചോദ്യങ്ങളുമുണ്ട്. ഈ പേപ്പൽ കോൺക്ലേവ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നത് സംബന്ധിച്ചുള്ള ആകാംക്ഷ, അതുപോലെ ഏഷ്യയിൽ നിന്നൊരു പോപ്പ് ഉണ്ടാകുമോ എന്ന ആകാംക്ഷ. നിലവിൽ 4 പേരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്, സജീവമായി സാധ്യതയായി മുന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുന്ന ഒരാളായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരിക എന്നുള്ള ചോദ്യം. ഇതിനു മുമ്പ് പേപ്പൽ കോൺക്ലേവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർദിനാൾമാരുടെ യോഗം നടന്നതാണ്. അതിലൊരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുന്ന ഒരാൾ എന്നുള്ള തരത്തിലൊരു പൊതുധാരണ രൂപപ്പെട്ടു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുണ്ടോ ഈ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്ക്? പി ജെയിംസ്, ഇതൊരു വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധ്യത കൽപ്പിക്കപ്പെടുന്നവർ ഒന്നും തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാം. ആകെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സാധ്യത പറഞ്ഞിരുന്നത്. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രണ്ടാമനായി അവിടെ വലിയ രീതിയിൽ തിയോളജിയനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് ജർമ്മനിയിൽ നിന്നുള്ള കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹമാണ് പിന്നീട് ബെനഡിക്ട് 16-ാമനായിട്ട് മാറിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിലോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യത്തിലോ അവരുടെ പേരുകളല്ല നേരത്തെ ഉയർന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഇത് പ്രഡിക്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ സാധാരണ പോപ്പായി ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ആൾ കർദിനാളായി ഇറങ്ങി വരുമെന്നൊരു ചൊല്ലുണ്ട്. കാരണം നിങ്ങൾ പോപ്പാണ് എന്ന് പ്രഖ്യാപിച്ച് ഇത് ചെയ്യുന്ന ആൾക്കാർ അകത്ത് പോപ്പായിട്ട് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ അവർ വെറും കർദിനാളായിട്ട് വരും. ആരും പ്രവചിക്കാത്ത ആൾ മാർപ്പാപ്പയാവും എന്നൊരു ചൊല്ല് വത്തിക്കാനിലുണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രവചനത്തിന് മുതിരുന്നില്ല. ഞാനിപ്പോൾ മീഡിയയിലും മറ്റ് കർദിനാളന്മാരുടെ ഇടയിലൊക്കെ ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതിനൊരു വലിയ ലെഗസി ഉണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വളരെ സീക്രസിയിൽ ചിമ്മിനിയിലെ പുക കറുത്തതും വെളുത്തതും നോക്കി ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത് 2000 വർഷത്തെ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും പേപ്പൽ കോൺക്ലേവിന് തുടക്കമായിരിക്കുന്നു. ഒരു റൗണ്ട് വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഫലം എന്താണ് എന്നുള്ള കാര്യം ഇന്ന് തന്നെ അറിയാൻ കഴിയും. നടപടികൾ നീണ്ടുപോകും. ഇന്ന് തീരുമാനമായില്ലെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ വെളുത്ത പുകയും അല്ലെങ്കിൽ കറുത്ത പുകയും സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുകക്കുഴലിൽ നിന്ന് ഉയരുകയും ചെയ്യും.